നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് വിവോ ഒരു പുതിയ ഫോൺ കൂടി അവതരിപ്പിച്ചു. അതായത് അവരുടെ വി സീരീസിലെ പുതിയൊരെണ്ണം, അതായത് വിവോയുടെ V20. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിവോ V20യുടെ ഒരു കംപ്ലീറ്റ് റിവ്യൂവും അതോടൊപ്പം ആ ഫോൺ ഇറങ്ങിയിരിക്കുന്ന പ്രൈസ് സെഗ്മെന്റിൽ ആ ഫോൺ ഒരു മികച്ച ചോയ്സ് ആണോ എന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ഈ ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിൽ ഒന്നായ ഈ ഫോണിന്റെ ക്യാമറയെ പറ്റിയും ഒരു റിവ്യൂ നമ്മൾ നൽകുന്നതാണ്. ഇതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിലോട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഈ വിവോ V20 അവതരിപ്പിക്കപ്പെട്ടത് 25,000 രൂപ പ്രൈസ് സെഗ്മെന്റിലാണ്. അപ്പൊ നമ്മുടെ ചാനൽ നമ്മൾ നേരത്തെ 25,000 രൂപയിൽ താഴെയുള്ള 5 മികച്ച ഫോണുകളെ പറ്റി ഒരു റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പം ആ ഫോണുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഈ വിവോ V20ക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് ആദ്യം തന്നെ ഈ വിവോ V20യുടെ സ്പെസിഫിക്കേഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയാം. ഈ ഫോണിന്റെ ഡിസ്പ്ലേ എന്നത് ഇതിൽ നമുക്ക് 6.44 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ആയിട്ടുള്ള അമോലഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ വിവോ V20 ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഈ ഡിസ്പ്ലേയിൽ HDR10ന്റെ സപ്പോർട്ടും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇനി ഈ വിവോ V20യുടെ സ്ക്രീൻ ടു ബോഡി റേഷ്യോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 90.37% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം 20:9 ആണ് ഈ ഫോണിന്റെ ആസ്പെക്ട് റേഷ്യോ. ഒരു അത്യാവശ്യം നല്ല വലിപ്പമൊക്കെയുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് ഈ വിവോ V20 ലഭിക്കുന്നത്. ഇനി റിയർ സൈഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഗ്ലാസ് ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിലെ നമുക്കൊരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഈ വിവോ V20 നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ വിവോ V20യുടെ പെർഫോമൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിലെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 720G ആണ്. ഈ സ്നാപ്ഡ്രാഗൺ 720G ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഒരു നല്ല പെർഫോമൻസ് നമുക്ക് ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന പ്രൊസസർ സാധാരണ കണ്ടുവരുന്നത് 20,000 രൂപയിൽ താഴെയുള്ള ഫോണുകളിലാണ്. അതുകൊണ്ട് തന്നെ 25,000 രൂപയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ വിവോ V20യിൽ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരും എന്ന് നമ്മൾ ഒരുപാടങ്ങ് പ്രതീക്ഷിക്കേണ്ട. കാരണം ഈ 720G ഒരു നോർമൽ യൂസിനാണെങ്കിലും ഒരു ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിലും നമുക്ക് യാതൊരുവിധ ഇഷ്യൂസ് നൽകാത്ത ഒരു പ്രൊസസറാണ്. എന്നിരുന്നാൽ കൂടിയും ഈ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിലും മികച്ച പെർഫോമൻസ് തരുന്ന ഫോണുകൾ നമുക്ക് ലഭ്യമാണ്. ഇനി ഈ ഫോണിൽ നമുക്ക് LPDDR4X റാമും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഇനി ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ ഒന്നെന്ന് പറയുന്നത് ഈ ഫോൺ അവതരിപ്പിക്കപ്പെട്ടത് തന്നെ Android 11ലാണ്. ഇനി ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറയുന്നത് FunTouchOS 11 ആണ്. അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ വിവോ V20 ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിൽ ഒന്നായ ഈ ഫോണിന്റെ ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. അതിന് പുറമെ ഒരു 8 മെഗാപിക്സലിന്റെ ക്യാമറയും 2 മെഗാപിക്സലിന്റെ ക്യാമറയുമാണ് നമുക്ക് റിയർ സൈഡിൽ ഈ വിവോ V20 ലഭിക്കുന്നത്. ഈ 8 മെഗാപിക്സലായ സെക്കൻഡറി ക്യാമറയുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്യാമറ നമുക്ക് 2 ഫംഗ്ഷൻ ചെയ്യുന്നതായിരിക്കും. അതായത് സൂപ്പർ അൾട്രാ വൈഡ് ക്യാമറയായിട്ടും സൂപ്പർ മാക്രോ ക്യാമറയായിട്ടും ആ ലെൻസ് ഒരേ സമയം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ഈ ഫോണിന്റെ സെൽഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു 44 മെഗാപിക്സലിലെ ഓട്ടോ ഐ ഫോക്കസ് തുടങ്ങിയ ഫീച്ചറുകളെല്ലാം ഉള്ള ഒരു നല്ല സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വിവോ V20യിൽ ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 25,000 രൂപ പ്രൈസ് റേഞ്ചിലെ തന്നെ ഏറ്റവും മികച്ച ക്യാമറ സെറ്റപ്പുകൾ ഒന്ന് തന്നെയാണ് നമുക്ക് ഈ വിവോ V20 ലഭിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സെൽഫി എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിലേക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ വിവോ V20. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 4000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്കതിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വിവോ V20യിൽ ഒരു നല്ല ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഒക്കെ അടങ്ങിയ എല്ലാവിധ പോർട്ടും കാര്യങ്ങളും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ലഭിക്കുന്നത്. അതോടൊപ്പം ഫേസ് അൺലോക്കും നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 2 വേരിയന്റാണ് ലഭിക്കുന്നത്. ബേസ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 24,990 രൂപയാണ്. ഇനി കൂടിയ വേരിയന്റ്
8 GB 256 GB പ്രൈസ് എന്ന് പറയുന്നത് 27,990 രൂപയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 25,000 രൂപ പ്രൈസ് റേഞ്ചിലെ മികച്ച ഫോണുകളിൽ ഒന്ന് തന്നെയാണ് വിവോ V20. കാരണം നമുക്ക് ഈ പ്രൈസ് റേഞ്ചിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ വിവോ V20 ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും അതോടൊപ്പം നമുക്കൊരു തരക്കേടില്ലാത്തൊരു പെർഫോമൻസും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ബാറ്ററി ലൈഫിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസത്തേക്ക് എങ്ങനെ പോയാലും കിട്ടുന്ന ഒരു ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ വിവോ V20 ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 25,000 രൂപ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച ഫോണുകളിൽ ഒന്ന് തന്നെയാണ് ഈ വിവോ V20. പിന്നെ ക്യാമറയ്ക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ വിവോ V20. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, അതായത് ഈ വിവോ V20 ഒരു നല്ല ഫോണാണോ, അല്ലെങ്കിൽ ഈ ഫോണിന്റെ പ്രൈസ് ഒരല്പം കൂടി കുറയ്ക്കാമായിരുന്നോ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നിടം വരെ